ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അപ്പൊ ഇതും അവരുടെ സമ്മർ വെക്കേഷൻ ആ ഒരു സമയത്തായിട്ട് വരുമായിരുന്നു. അപ്പൊ വെക്കേഷനിൽ എന്തുവായിരുന്നു ചെയ്തോണ്ടിരുന്നത്? എവിടെയെങ്കിലും കറങ്ങാൻ പോവോ? അപ്പോഴെന്തെങ്കിലുമൊക്കെ കളികളെന്ന് പറയുന്നത് ക്രിക്കറ്റിന് ഇത്രയും പ്രചാരം കിട്ടിയിട്ടില്ല. നമ്മുടെ നാടൻ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുമായിരുന്നു, ബാഡ്മിൻ്റൺ അതൊക്കെ ഉണ്ടായിരുന്നു. ബാഡ്മിൻ്റൺ, ടെന്നിസ്, ബാസ്കറ്റ് ബോള്, വോളിബോള്, ഹാൻഡ് ബോള്, അങ്ങനെയുള്ള കളികളും ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിള്ളേർ ടീമുകളൊക്കെ ഉണ്ടാക്കി, ഗ്രൂപ്പുകളുണ്ടാക്കി, വീടുകളുടെ ചുറ്റും ഇങ്ങനെ മൈതാനം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയെല്ലാം നെറ്റൊക്കെ കെട്ടി കളിക്കുമായിരുന്നു. അത് വെക്കേഷനൊക്കെ കളിക്കുന്ന കളികളായിരുന്നു. മമ്മിയും പേരമ്മയും അപ്പൊ അങ്ങനത്തെ സ്പോർട്സ് വല്ലതും കളിക്കുന്ന അവരെന്തുവാ കളിച്ചോണ്ടിരുന്നത്? രണ്ടുപേരും അങ്ങനെയുള്ള കളിക്കൊന്നും, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഗേൾസിനൊന്നും കണ്ടില്ല. അവർ പിന്നെ അതിലൊന്നും ഇൻട്രസ്റ്റഡും അല്ലായിരുന്നു. ആണെങ്കിലല്ലേ എവിടാന്ന് വെച്ചാൽ ഓടി പോകത്തുള്ളൂ. അങ്ങനെ അവർക്കത് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിനകത്ത് ഞാൻ ചെറിയ ഇൻഡോർ ഗെയിംസ് പോലെയൊക്കെ ഉണ്ടല്ലോ, അതുപോലൊക്കെ ഉള്ളതൊക്കെ കുറേ കക്ക കളിക്കുക, അല്ലെങ്കിൽ മഞ്ചാടി കളിക്കുക, അത് പ്രധാനമായിരുന്നു. വെക്കേഷനെ അതുള്ളൂ, അല്ലെങ്കിൽ പഠിക്കണ്ടേ. അപ്പോൾ വെക്കേഷന് 4 പേരോ അല്ലെങ്കിൽ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിരുന്നൊക്കെ ഊണ് കഴിഞ്ഞിട്ട് കണ്ടുമുറ്റത്തോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെല്ലാം കൂടി കൂടുന്നിടത്ത് എല്ലാവരും കളിക്കുക. വേറെ എവിടെയെങ്കിലും പോവായിരുന്നോ? കസിൻസിനെ ഒക്കെ മീറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അത് ഇപ്പം ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ അമ്പലപ്പുഴ പോകുമായിരുന്നു, എൻ്റെ വീട്ടിൽ. അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ജ്യോതി പോയിട്ടില്ല, എന്നെ വീട്ടുകാരോടൊന്നും പോകത്തില്ല. ഗീത ഞാൻ പറഞ്ഞയക്കും, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തോട്ടെ എന്ന്. ഇപ്പോൾ വെക്കേഷൻ ഒരു 5 ആഴ്ച 6 ആഴ്ചയൊക്കെ അവൾ, എൻ്റെ അമ്മയുണ്ടല്ലോ അവിടെ, അമ്മ എവിടെ ഉണ്ടോ അവിടെ അവൾ പോകും. ഇഷ്ടം, അമ്മയാണ് ഇഷ്ടം. അപ്പോൾ അവിടെ പോയി എല്ലാവരും കസിൻസുമായിട്ടൊക്കെ കളിക്കുക. അവിടെ പോകുമ്പോൾ ഈ സാഹിത്യപരമായിട്ടുള്ള നിരൂപണങ്ങളും അതും ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റേ പേരപ്പനും മക്കളും ഒക്കെ സാഹിത്യത്തിൽ ഇതൊക്കെ സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരായി. അപ്പം അക്ഷരശ്ലോകങ്ങൾ, പിന്നെ ഇതൊക്കെ പറയും, നിരൂപണങ്ങൾ ഒക്കെ പറയും. ഇത് നീന്തൽ, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുളങ്ങളുണ്ട് കുളിക്കാൻ. നീന്തൽ ഒക്കെ കുളത്തിൽ നിന്ന് ചാടി മറിഞ്ഞ് കുളിച്ചിട്ട് 2 മണിക്കൂറൊക്കെ വേണം കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാനൊക്കെ. അപ്പോൾ ഇന്നത്തെ പോലെ സ്വിമ്മിംഗ് പൂളിലല്ലെങ്കിലും നമ്മുടെ കുളങ്ങളിൽ പോയി സ്വിം ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. വെക്കേഷൻ കാലത്തെ അതൊക്കെ കളിക്കാനും പഠിക്കാനും നീന്താനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ കിട്ടത്തുള്ളൂ. അതൊക്കെ ചെയ്യുമായിരുന്നു. അതിപ്പോൾ ഞാൻ ഓർത്തു, അതൊക്കെ ചെയ്യുമായിരുന്നു. അത് പേരമ്മയും അതിനൊക്കെ പോകുമായിരുന്നു. ഒരു പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ ഇവിടുന്ന് 2 ദിവസം തലമുടിയൊക്കെ പിന്നിട്ട് പറഞ്ഞയച്ച മോള് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മുട്ട. വെക്കേഷനായപ്പം അവിടെ ബാർബർ വീട്ടിൽ വരുന്നതാണ് ഹെയർ കട്ടിങ് ചെയ്യുന്നത്. ഇവളെ പിടിച്ച് ഇരുത്തി മുട്ടയടിച്ചു. ഇവള് തിരിച്ചു വന്നപ്പോൾ തല മുട്ട, ഞങ്ങളാരും അറിഞ്ഞേയില്ല. അപ്പോൾ ഇത് ആരാന്ന് വെച്ചാൽ പേരമ്മ, അവിടുത്തെ കസിൻസിൻ്റെ എല്ലാം തലമുട്ട അടിച്ചപ്പോൾ എന്നെ പിടിച്ചിരുത്തി തലമുട്ട. അപ്പോൾ 2 ജിമുക്ക തൂക്കം ഉണ്ടായിരുന്നു, അതും കാണുന്നില്ല. അതെന്ത് ചെയ്യുന്ന വെച്ചപ്പോൾ അത് കുളത്തിൽ നീന്തി കളിച്ചപ്പം അത് കുളത്തിൽ പോയി. 2 ഒരുമിച്ച് പോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരെണ്ണം പോയി കഴിഞ്ഞിട്ട് അത് എവിടാ പോയെന്ന് ചൂണ്ടിക്കാണിച്ചപ്പം അത് ഞാൻ മറ്റേ കാതിലേക്ക് ഊരിയിട്ട് എറിഞ്ഞിട്ട് കാണിച്ചു അവിടെയാണ് പോയെന്ന് എന്ന് പറഞ്ഞ്. അതിന് കോമഡി തമാശയൊക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണമെന്ന് അവിടുന്ന് പിള്ളേർ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞു വിട്ടു, അങ്ങനെ പറഞ്ഞോണമെന്ന്. പോയതൊന്നും അല്ലെങ്കിൽ വെറുതെ കോമഡിയും പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷെ മുട്ടയടിച്ചോണ്ട് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സിനിമയ്ക്കൊക്കെ പോവായിരുന്നു. സിനിമയ്ക്കൊക്കെ പോവായിരുന്നു. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതായിരുന്നു ആ സമയത്തെ. സിനിമയായിരുന്നു അന്നത്തെ വിനോദം കൂടുതലും. അതും രാത്രി ഫസ്റ്റ് ഷോയ്ക്കൊന്നും പോകത്തില്ല, മാറ്റിനി ഉച്ചയ്ക്ക് ആ സമയത്ത് അത്രയും മോർണിംഗ് ഷോ ഇല്ല അവിടെ, കുറച്ചുകൂടി ഗ്രാമപ്രദേശമല്ലേ. പിന്നെ ആലപ്പുഴയിൽ മോർണിംഗ് ഷോയൊക്കെ തുടങ്ങിയായിരുന്നു സമയത്ത്. പിന്നെ ആലപ്പുഴ എന്നുള്ള ഒരു ബീച്ച്, വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ബീച്ച്, സൺഡേ ഒക്കെ ബീച്ചിൽ പോകും. ഭയങ്കര സന്തോഷമല്ല ബീച്ചിൽ പോകും. എങ്ങനെ പോകുന്ന? നടന്നു പോകും വീട്ടിൽ നിന്ന്. ഇത്രയും വാഹന സൗകര്യം ഇല്ലല്ലോ, അപ്പൊ നടന്നു തന്നെ വേണം. പക്ഷെ ഒത്തിരി ദൂരെയല്ലേ? ഇപ്പോഴത്തെ കിലോമീറ്റർ പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഭാഗത്തു നിന്ന് 3.5 കിലോമീറ്റർ.
അന്ന് വേറെ വാഹന സൗകര്യം ഇല്ലല്ലോ, ഒന്നുമില്ല വാഹന സൗകര്യം. അത് രസമല്ലേ എല്ലാവരും കൂടി വൈകുന്നേരത്തെ ഈവനിങ് ഒരു വാക്ക്, പിന്നെ ഇത് ചായ കുടിയും കഴിഞ്ഞിട്ട് ഡ്രസ്സും ഒക്കെ മാറി ഓടി നടന്നും ഒക്കെ അങ്ങ് കടപ്പുറത്ത് പോകും. കടപ്പുറത്ത് പോയി ആ കടപ്പുറത്ത് കിടന്ന് കുറെ കളിക്കും, കടലിൽ ഇറങ്ങി കളിക്കും. അവരൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ തന്നെയായിട്ടാണ് പോകുന്നത്. ആരെങ്കിലും ഒന്നോ രണ്ടോ രക്ഷകർത്താക്കൾ കാണും, അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് പിന്നെ ഇതായിട്ടുള്ള വീക്കായിട്ടുള്ള സബ്ജക്റ്റിനൊക്കെ ട്യൂഷന് പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ട്യൂഷനൊന്നും അധികം പോയിട്ടില്ല. സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ തൊട്ടടുത്താണല്ലോ ലല്ലമ്മയുടെ ഒക്കെ വീട്, അവിടെ മാത്സിന് പോകുമായിരുന്നു, വേറെ ഒന്നും പോയിട്ടില്ല. കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ അനുസരിച്ച് ഒന്നോ രണ്ടോ കോളേജിലെ സാറുമാർ. പിന്നെ ഓണത്തിന് എങ്ങനെയായിരുന്നു? അമ്മൂമ്മ കുഞ്ഞായിരുന്നപ്പോ ഉള്ള പോലെ അതുപോലെ പൂക്കളമൊക്കെ ഇടുമായിരുന്നു മമ്മി പേരമ്മയൊക്കെ ആയിട്ട്? പൂക്കളം ഇടുമായിരുന്നു, പൂക്കളം, ഊഞ്ഞാലിട്ട് അത് ഈ വെക്കേഷനുണ്ട്, ഊഞ്ഞാൽ കളിക്കുക, ഊഞ്ഞാലാട്ടം. അപ്പോഴും ഇങ്ങനെ ഈ ഓലപ്പന്തൊക്കെ കെട്ടി പന്ത് കളി ഓണത്തിന്, അത് ഇവരുടെ കാലത്തും ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കാലമായപ്പോഴത്തേക്കും ഇതാ ബാഡ്മിൻ്റൺ അതൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കാലത്ത് തുടങ്ങിയത്. ഈയിടെ നമ്മുടെ വീട്ടിൽ കുറേ ഇരിക്കുന്നുണ്ട്, ആരണ്ടോ അതെടുത്തോണ്ട് പോകുന്നു. നിങ്ങൾക്ക് എന്തിനാ ഇത്? ഞങ്ങൾ കൊണ്ടുപോകുക പിള്ളേർക്ക്. ഇപ്പോഴും ഇനി ഇരിപ്പുണ്ട് രണ്ടെണ്ണം, നിന്റെയാന്ന് തോന്നുന്നു, നിന്റെയും ബാവയുടെ. ഇപ്പൊ ആർക്കവിടെ നിന്ന് കളിക്കാൻ സമയം? മമ്മിയുടെയും പേരമ്മയുടെയും വേറെ എന്തെങ്കിലും കഥകൾ ഓർമ്മ വരുന്നുണ്ടോ? അവര് സ്കൂളിലായിരുന്നപ്പോ കോളേജിലായിരുന്നപ്പോ ഉള്ള? ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ഡൗട്ടായിട്ടുള്ള സബ്ജക്റ്റൊക്കെ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലിന് ഒക്കെ കോളേജിലൊന്നും നല്ലതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ വീടുകളിലൊക്കെ ട്യൂഷനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് ഈ സാറന്മാരെ ഒക്കെ ഒന്ന് ഏർപ്പാട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ പോകും. അപ്പൂപ്പനൊന്നും വരത്തില്ല. കാരണം അവരുടെയൊക്കെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും ഹൈസ്കൂളിലെ. അപ്പം പിന്നെ ഇതുപോലെ പേരൻസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ ഉള്ള പരിചയമൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നവരായതുകൊണ്ട് മാത്സ് ടീച്ചറും ഒക്കെ ആണെന്ന് പറയും. ഗീതയും അനിയും ഒരു ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരു സാർ, അങ്ങനെ പിന്നെ പ്രിൻസിപ്പലായിട്ടാണ് റിട്ടയർ ചെയ്തെടുത്തത്. രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ചോറ് കൊണ്ടുപോവുക ഇവിടുന്ന് ഉച്ചഭക്ഷണം. അപ്പോൾ അതിന് അടുത്തുള്ള കോളേജിൻ്റെ അടുത്തുള്ള കുട്ടികളുടെ വീട്ടിലാണ് ഈ ചോറും കൊണ്ടുപോകുന്നതും അവിടെ നിന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ കുട്ടിയുടെ അമ്മ എന്തെങ്കിലുമൊക്കെ കറികൾ ചൂടോടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊണ്ടുകൊടുക്കും. ഇവർക്ക് ഈ 5 കുട്ടികളെല്ലാം 6 കൂടെ ഒരു ഗ്രൂപ്പ് കാണും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് പറയുകയൊക്കെ ചെയ്യും. ആ ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പ് ഉള്ള മിംഗ്ലിങ്ങുണ്ട്. അപ്പോൾ ഈ മറ്റേ മാത്സിൻ്റെ ട്യൂഷൻ അങ്ങേരുടെ വീട്ടിൽ പോയാൽ അങ്ങേരുടെ ഭാര്യയ്ക്കും വേറെ ഹൈസ്കൂളിലെ ടീച്ചറാണ്. അവരുടെ അമ്മയുണ്ട് അവിടെ. അവരുടെ അമ്മ ഈ പറഞ്ഞാൽ ഈ കുട്ടികൾ പിന്നെ എന്തിനാ ഇവര് കോളേജിലിരുന്ന് ഉണ്ണാൻ പറ്റത്തില്ല, അവിടുത്തെ വെയിറ്റേഴ്സത്തിലൊന്നിരുന്നു. പട്ടികളും ഉണ്ട്, ഈ വേറെ ചോറ് കൊണ്ടുവരാത്ത കുട്ടികൾ, കറങ്ങി നടക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവരെല്ലാം വന്ന് ഇങ്ങനെ ഇവർ ഓരോ ചോറും ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ നോക്കി നിന്നിട്ട് താന്ന് കാണിക്കുക. അപ്പോൾ അത് നമുക്ക് വിഷമം തോന്നും കഴിക്കാൻ. അത് വേറെ വീടുകളിലേക്ക് വന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് ട്യൂഷന് വരാൻ താമസിക്കുമ്പോൾ ഇങ്ങനെ പറയും, നിങ്ങൾ അത്രയും കോളേജിൻ്റെ അപ്പുറമേ പോകുന്നതിന് ഇപ്പുറേ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് കൊണ്ടിട്ട് ഇവിടെ പാത്രം കഴുകി വെച്ചിരുന്ന സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇങ്ങനെ വീട്ടിൽ പോയിരിക്കുമ്പോൾ ആ അമ്മ, അവിടുത്തെ അമ്മ ഇതുപോലെ കറിയൊക്കെ നല്ല ചൂടോടെ കടുവറുത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറേ വിളമ്പി പിള്ളേർ വിളമ്പി, നിങ്ങൾ ഇതും കൂടെ കൂട്ടി കഴിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഓർമ്മയാണ്, നല്ല മധുരസ്മരണയായിട്ട് പറയും. പിന്നെ വല്ല കൂട്ടുകാരികളുടെ വീട്ടിൽ ചെന്നാൽ ആ അമ്മമാരും ഇതുപോലെ അവിടുത്തെ അമ്മമാരും എല്ലാം കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ചൂടോടെ എല്ലാം കൊണ്ടുപോകും. അതുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നല്ല ഓർമ്മയായിട്ട് പറയും, മധുരസ്മരണയായിട്ട് തന്നെ പറയും. അത് ഈയിടെ ഞാനിവിടെ ഒരു ടീച്ചറുണ്ട്,
ടീച്ചറിൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ അവിടുത്തെ ഏതാണ്ടൊക്കെ കറികളുടെ പേരോട് പറയുന്നത്. അത് പറയണ്ടേ ഉണ്ണിയുടെ മോൾക്ക് ഇന്ന കറികളാണ് ഇഷ്ടം, എരിവുള്ളത് ഇഷ്ടമല്ല, പരിപ്പ് സ്റ്റൂ ഒക്കെയാ, അതിനൊക്കെ എരിവില്ലല്ലോ ഇഷ്ടം, ഞാൻ അത് വയ്ക്കും അവർ ഉണ്ണാൻ വരുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അവരും പറഞ്ഞു.